വിശ്വസിക്കുന്നു. നമ്മൾ പാകിസ്ഥാനെ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും, ഇന്ത്യൻ ജനതയെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. ഞാൻ പറയുമ്പോൾ ആർക്കും ഒരു വിഷമം തോന്നരുത്, ഞാനല്പം അപ്പോളജറ്റിക്കായിട്ട് പറയുകയാണ്. ഇന്ത്യൻ ജനതയിലെ നല്ലൊരു ശതമാനത്തിന് രാജ്യസ്നേഹമില്ല. ഇത് സത്യം, എനിക്ക് ബോധ്യം വന്ന കാര്യമാണ്. ഇത്രയും വർഷത്തെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഒരു ദേശീയവാദി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇന്ത്യൻ ജനതയിൽ സ്വാഭിമാനമുള്ള, ദേശാഭിമാനമുള്ള, ദേശഭക്തരായവരുടെ എണ്ണം ഭൂരിപക്ഷമുണ്ട്, പക്ഷേ അത് പോരാ. എൻ്റെ എസ്റ്റിമേറ്റിൽ ഒരു 30% ആൾക്കാർ ഭാരതം എങ്ങനെ പോയാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ്. സത്യമല്ലേ? നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ നോക്കുക. നമ്മുടെ ജനതയിലെ 1/3 ഭാരതത്തിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങളൊരു ഫ്ലൈറ്റ് കയറിയിട്ട് യൂറോപ്പിലേക്ക് പോകും, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകും, ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. കാരണം ഞങ്ങളുടെ മക്കൾ അവിടെയുണ്ട്, പാകിസ്ഥാനിൽ പോകും, ഞാൻ ബംഗ്ലാദേശിൽ പോകും, ഞാൻ അങ്ങനെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് കണ്ടുപിടിച്ച് ജീവിക്കുന്നവരാണ്. വാചകം ഒരുപാടടിക്കും. ഞാനിന്ന് ഒരുപാട് നേരം, എനിക്ക് പതിവില്ലാത്തതാണ്, ഒരുപാട് നേരം ഞാൻ ഈ യൂട്യൂബർമാരുടെ അഭിപ്രായങ്ങൾ നോക്കി. എൻ്റെ അമ്മേ, എന്താ വാചകമടിയെന്നറിയാമോ? പാകിസ്ഥാനിൽ ആറ്റം ബോംബിടറോ, അത് 4 കഷ്ണമായിട്ട് ചെതറിച്ച് കള, ഒറ്റ ഒരുത്തനെ വെച്ചേക്കരുത്, തീർത്ത് കള, പെട്രോൾ ഒഴിച്ച് തീയിട്, ആ തീത്തെന്നൊക്കെ പറഞ്ഞിട്ട് തമ്പനയിലൊക്കെ ഇടും. ഇപ്പം തീർക്കും. മോദി പട്ടാളത്തിന് ഫ്രീ ഹാൻഡ് കൊടുത്തു കഴിഞ്ഞു. ഈ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പട്ടാളത്തെ ഇതുവരെ മോദി ഇറുക്കി പിടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് എന്തിനാ പനിയത്? എന്തൊരു വിഡൽസാണ് വിടുന്ന ആൾക്കാർ. ഈ ദേശസ്നേഹമൊന്നും ഗ്രൗണ്ട് ലെവലിൽ കാണില്ല. നിങ്ങളോട് ഞാൻ ഒരു സത്യം പറയാം, നടന്ന കാര്യമാണ്, അധികം ആരും മറന്നു കാണില്ല. 2019 അഭിനന്ദൻ, വിങ് കമാൻഡർ അഭിനന്ദൻ എയർ സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് പാകിസ്ഥാനിൽ തന്നെ പാരച്യൂട്ടിൽ ലാൻഡ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വന്നു. മുറിവേറ്റ് ചോര ഒലിക്കുന്ന അഭിനന്ദൻ, അയാളെ പിടിച്ചു നിർത്തിയിരിക്കുന്നു പാകിസ്ഥാൻ പട്ടാളക്കാർ. ഈ ഫോട്ടോ അവർ പുറത്തു വിട്ടു. നമ്മളെല്ലാവരും കൂടെ ബഹളം വെച്ചു, അഭിനന്ദനെ തിരിച്ചു കൊണ്ടുവരിക, അഭിനന്ദനെ തിരിച്ചു കൊണ്ടുവരിക. അഭിനന്ദൻ തിരിച്ചു വന്നു, കഴിഞ്ഞു, നമ്മളുടെ വീര്യം അവസാനിച്ചു. എന്തിനായിരുന്നു ആ അറ്റാക്ക് എന്ന് നമ്മൾ ആലോചിച്ചില്ല. അഭിനന്ദനെ തിരിച്ചു കിട്ടിയപ്പോൾ നമ്മളുടെ വീര്യം അവസാനിച്ചു. വാസ്തവത്തിൽ ആ പെഹൽഗാമിൽ ആക്രമിച്ച ആൾക്കാരുണ്ടല്ലോ, അവർ ബുദ്ധിശൂന്യരാണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നിഷ്കളങ്കരായ ഇത്രയും പേരെ അവർ കൊന്നല്ലോ. ഒരു 4 പേരെ അവർ പിടിച്ചുകൊണ്ട് പോകണം, 4 പേരെ മതി. 4 പേരെയും പിടിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോവുക, അപ്രത്യക്ഷരാകുക. ഈ ആക്രമിക്കാൻ വന്ന 4 പേരാണല്ലോ. ഒരാൾ വെച്ചിട്ട് പിടിച്ചുകൊണ്ട് പോവുക കാട്ടിനുള്ളിലേക്ക്. പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പോയി വരും. നിഷ്കളങ്കരായ ടൂറിസ്റ്റാണ് അവർ, ഗുസ്തിക്കാരൊന്നും അല്ലല്ലോ. 4 പേരെ പിടിച്ചുകൊണ്ട് പോയി എന്ന് വെച്ചു. നമ്മളെല്ലാം ബഹളം വയ്ക്കും, ആ 4 പേരെ തിരിച്ചു കിട്ടണം, 4 പേരെ തിരിച്ചു കിട്ടണം. ഡൽഹിയിൽ റാലി, ആ ജന്തർ മന്ദറിൽ വലിയ പ്രകടനം, അത് ഇതൊക്കെ മിക്കവാറും ഇടതുപക്ഷവും ജിഹാദികളും ഒക്കെ കൂടെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. തിരിച്ചു കൊണ്ടുവരണം. അവസാനം നമ്മളെ ബുദ്ധിമുട്ടി നരേന്ദ്രമോദി എങ്ങനെയെങ്കിലും പറഞ്ഞ് അവർ തിരിച്ചു കൊണ്ടുവരും. കഴിഞ്ഞു നമ്മുടെ പ്രശ്നം. പെഹൽഗാമിലെ പ്രശ്നം ഇതോടെ തീരും. ഈ തൊഴിലാളി സമരങ്ങൾ തീരുന്ന കണ്ടിട്ടില്ലേ? ഒരു ഡിമാൻഡ് വെച്ചിട്ട് സമരം അങ്ങ് തുടങ്ങും. സമരം മൂത്ത് കഴിയുമ്പോൾ മാനേജ്മെൻറ്റ് ഒരു 2 പേരെ പിരിച്ചുവിടും. അപ്പോൾ സമരത്തിൻ്റെ ഡിമാൻഡ് മാറിയിട്ട് പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. മാനേജ്മെൻറ്റ് തിരിച്ചെടുക്കുമ്പോൾ സമരം തീർന്നു. ഡിമാൻഡ് മീറ്റ് ചെയ്തില്ലേ? പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാൻ പറഞ്ഞു, തിരിച്ചെടുത്തു, സമരം കഴിഞ്ഞു. അപ്പോൾ ഒറിജിനൽ ഡിമാൻഡ് എവിടെ പോയി? ഈ പരിപാടിയാണ് നമ്മുടെ ജനത പലപ്പോഴും ഇഷ്ടപ്പെടുന്നത്. വാജ്പേയിയുടെ കാലത്ത് ഖണ്ഡഹാറിൽ നമ്മുടെ പ്ലെയിൻ രാജിക്കൊണ്ടുപോയി. ആ പ്ലെയിനിലിരിക്കുന്നവർക്ക് എത്ര പരിഭ്രമം ഉണ്ടായി എന്ന് എനിക്കറിയില്ല. ബട്ട് പുറത്ത് എല്ലാവരും കൂടെ വാജ്പേയിയുടെ പുറത്ത് പ്രഷർ. 2,500 പേരുടെ റാലി വാജ്പേയിയുടെ വീട്ടിലേക്ക്, വൃന്ദാക്കാരായിട്ടായിരുന്നു അതിന് മുമ്പിൽ. പിന്നെ കോൺഗ്രസിൻ്റെ അന്ന് നേതാവായിരുന്ന അംബികാ സോണി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എല്ലാവരും കൂടെ ബഹളം വെച്ചിട്ട് ഭീകരർ തുറന്നു വിട്ടു വാജ്പേയിയുടെ കാലത്ത്. ഒരു സർക്കാരിനെ ജനങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ സർക്കാർ നിസ്സഹായരായി പോകും. പട്ടാളവും അതുപോലെയാണ്. പട്ടാളത്തെ നമ്മൾ പിന്തുണയ്ക്കുമോ? നമുക്കൊരു അപകടം വന്നു കഴിഞ്ഞാൽ നമ്മൾ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുമോ?
നമ്മുടെ ഒരാളെ പാകിസ്ഥാനിലേക്ക് പിടിച്ചുകൊണ്ട് പോയി അവർ നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിലപാട് എന്തായിരിക്കും? എൻ്റെ അമ്മാവനെ തിരിച്ചു കിട്ടണം, എൻ്റെ അമ്മാവനെ തിരിച്ചു കിട്ടണം. അല്ല, അവർ 500 ടെററിസ്റ്റുകൾ പാകിസ്ഥാൻ ജയിലിൽ കിടക്കുന്നു, അല്ല കാശ്മീർ ജയിലിൽ കിടക്കുന്നവരെ തുറന്നു വിടണമെന്ന് പറയുന്നു. തുറന്നു വിടുന്നു, എത്രയോ പേരെ വിട്ടിരിക്കുന്നു, ഇവരെയും കൂടെ വിട്, എൻ്റെ അമ്മാവനെ തിരിച്ചു കൊണ്ടുപോകുക. ഇതല്ലേ നമ്മുടെ ലൈൻ? നമ്മളാണോ രാജ്യസ്നേഹികൾ? നമ്മളെന്താ വിചാരിക്കുന്നത്? പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടത്തുമ്പോൾ പാകിസ്ഥാൻ വെറുതെ ഇരിക്കുമെന്നോ? അവരിങ്ങോട്ടും ആക്രമിക്കില്ലേ? നമ്മുടെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകും, മരിക്കും, ഇതൊക്കെ സംഭവിക്കും. കഴിഞ്ഞ യുദ്ധങ്ങളിലൊക്കെ ഇത് സംഭവിച്ചു. ഞാൻ ഈ പരിഭ്രമം നേരിട്ട് കണ്ടതാണ്. 1971 യുദ്ധത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, 71 65. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ പാകിസ്ഥാൻ ബോംബിട്ടു, പൊട്ടിയില്ല ഭാഗ്യത്തിൽ. കേരളം നടുങ്ങിപ്പോയി കരയാൻ തുടങ്ങി. കേരളം അമേരിക്കയുടെ 7ാം കപ്പൽപ്പട വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ മൂത്രമൊഴിച്ചു പോയി കേരളീയർ. മൂത്രമൊഴിച്ച കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനന്ന് തീരെ ചെറുപ്പമാണ്. മൂത്രമൊഴിച്ചതൊരു തെറ്റാണ്, ഭയന്ന് മൂത്രമൊഴിച്ചത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഇതാണ് നമ്മളുടെ സ്വഭാവം. ഖേദകരമെന്ന് പറയട്ടെ, ഈ സ്വഭാവം ഇപ്പോൾ കൂടി വന്നിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞ 30% കുറഞ്ഞു പോയി എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. 30% ആൾക്കാർക്ക് ഭാരതം ഏതിലേ പോയാലും ഒരു ചുക്കുമില്ല എന്നുള്ള സ്ഥിതിയാണ്. ഈ മനസ്ഥിതിയിലേക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്ക് മോദിക്ക് നടത്താൻ പറ്റുമോ? മോദിയെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ വെറുതെ വാചകം അടിച്ചിട്ട് കാര്യമില്ല. രാജ്യത്തെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നേ. രാജ്യത്തിന് പ്രതിസന്ധി വരുമ്പോൾ എൻ്റെ ആളിനെ എങ്ങനെയെങ്കിലും രക്ഷിക്ക് എന്ന് പറയുന്ന മനോഭാവം വരുന്നത് എങ്ങനെയാണ്? ഇസ്രായേലിൽ ഇതുണ്ടായി. ഇസ്രായേലിൽ ഒക്ടോബർ 7-ാം തീയതിയാണ് ഹമാസ് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ബന്ദികളെ. ബട്ട് ഇസ്രായേലിൽ ആദ്യത്തെ ജാഥ ബന്ദികളെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞുള്ള ആദ്യത്തെ ജാഥ നെതന്യാഹുവിനെതിരെ നടക്കുന്നത് ഫെബ്രുവരിയോ മാർച്ചോ മറ്റോ ആയപ്പോഴാണ്. എത്ര മാസം കഴിഞ്ഞിട്ട്? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി എന്ന് വെച്ചു. 5-ാം മാസത്തിലാണ് അവിടെ ആദ്യത്തെ ശബ്ദം കേൾക്കുന്നത്. നെതന്യാഹു അത് കേട്ടോട്ടെ, ശരി അവർ പറയുന്നു, ഞാൻ കേൾക്കാം. ബട്ട് ചെയ്തില്ല, ഇപ്പോഴും ചെയ്യുന്നില്ല. ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിൽ അവനവന് നഷ്ടമുണ്ടാകുമ്പോൾ കൂടെ നിൽക്കുക എന്നാണ് അർത്ഥം. അല്ലാതെ സേഫായിട്ട് നമ്മൾ കേരളത്തിൽ ഒരു മൂലയ്ക്ക് സുഖമായിട്ട് കഴിയുന്നു, കയറി അടിക്കും മോദി, ആറ്റം ബോംബിട് മോദി. കാരണം നമുക്കറിയാം, ആറ്റം ബോംബ് പാകിസ്ഥാനിൽ ഇട്ട് കഴിഞ്ഞാൽ പോലും കേരളത്തിനൊന്നും സംഭവിക്കില്ല. പഞ്ചാബിലുള്ള കുറേ പേര് മരിച്ചു പോകും. ഏത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണവ യുദ്ധം നടന്നു കഴിഞ്ഞാൽ പഞ്ചാബിൻ്റെ പകുതിയിലധികം മരിച്ചു, അവരുടെയും മരിക്കും, നമ്മുടെയും മരിക്കും. ആറ്റം ബോംബിനും പാകിസ്ഥാനെന്നോ ഇന്ത്യയെന്നോ ഇല്ലല്ലോ. എന്താ ഈ പറയുന്ന ആറ്റം ബോംബിൻ്റെ ശക്തിയെപ്പറ്റി? ഈ വാചകമടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ തീരുമാനം മോദിക്ക് വിടാൻ നമ്മൾ തയ്യാറാണോ? സത്യസന്ധമായിട്ട് പറയുക, ഈ തീരുമാനം ഇന്ത്യൻ പട്ടാളത്തിനും മോദിക്കും വിടാൻ നമുക്ക് സമ്മതമാണോ? അതോ നമ്മൾ അവരെക്കാൾ ബുദ്ധിമാന്മാരായിട്ട് അവരെ ഉപദേശിക്കുകയാണ്? ഈ രണ്ടാമത് പറഞ്ഞത് സംഭവിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാനതുകൊണ്ട് മോദിയെ ഉപദേശിക്കാനൊന്നും പോകാറില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ AK-47 കണ്ടിട്ടില്ല. നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ശരി, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനിത് കണ്ടിട്ടില്ല. ഈ കുന്തം ഞാൻ തോക്ക് തന്നെ നേരെ ചൊവ്വേ കണ്ടിട്ടില്ല. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പുറകിൽ ഇങ്ങനെ ജാക്കറ്റിൽ, ലെതർ ജാക്കറ്റിൽ ഇട്ട് വെച്ച് റിവോൾവർ കണ്ടിട്ടുണ്ട്. അത് പുറത്തെടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഞാനിരുന്ന് ഗീർവാണടിക്ക് അടിക്ക് മോദി, തകർക്ക് മോദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതിൽ വല്ല ആത്മാർത്ഥത ഉണ്ടാവുക? എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു തവണയാണ് ഗ്രനേഡ് എന്ന് പറയുന്ന പൊതിച്ച തേങ്ങ പോലത്തെ ഒരു കുന്തം ഞാൻ കണ്ടത് ആസാമിൽ വെച്ച്. ഞാൻ ശ്വാസമടക്കി പിടിച്ചിരുന്നു, ഒരു കാറിലായിരുന്നു. ആ കഥ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഏതായാലും ഈ സാധനം കൊണ്ട് ആൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതുവരെ ഞാൻ ശ്വാസം പിടിച്ചിരുന്നു. ഇയാൾ പുറത്തിറങ്ങി പോയപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഉള്ള കാര്യം നിങ്ങളോട് പറയാമല്ലോ. എന്നെപ്പോലെ പേടിത്തൊണ്ടന്മാരല്ലേ ഭൂരിഭാഗവും? സത്യമല്ലേ? നമ്മൾ ഈ പൊങ്ങച്ചമടിക്കുന്നതൊക്കെ നിർത്തണമെന്നേ. ഈ തീരുമാനം മോദിക്കും ഇന്ത്യൻ പട്ടാളത്തിനും വിടുക. അവർ യുക്തമായ തീരുമാനമെടുക്കട്ടെ, ചെയ്യട്ടെ. വെറുതെ യൂട്യൂബ് വീഡിയോ വഴി അല്ലെങ്കിൽ TV ഡിബേറ്റിൽ അവിടെ ഇവിടെയൊക്കെ വീരസ്യം പറയുന്നത് അവസാനിപ്പിക്കുക. ദേശഭക്തിയുള്ളവരായിട്ട് മാറുക. ദേശത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ആദ്യം എൻ്റെ ജീവൻ, ഇത് പറയാൻ നമ്മൾ തയ്യാറുണ്ടോ? ജീവരക്തം കൊടുത്താണ് ദേശമുണ്ടായത്. ഭാരതത്തിൻ്റെ പാരമ്പര്യം എത്രയാണെന്നാണ് വിചാരിക്കുന്നത്?
ആ പാരമ്പര്യം രക്ഷിക്കാൻ നിലനിർത്താനായിട്ട് ആദ്യം ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇല്ല, നമ്മൾ നോക്കും, ആദ്യം മറ്റവൻ കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാം. ഇല്ലേ? സത്യമല്ലേ? നീ മുന്നിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പുറകിലുള്ള ആളെ പിടിച്ച് മുമ്പിൽ നിർത്തും. ക്യൂവിൽ ഇടിച്ച് നമ്മൾ മുമ്പിൽ കയറാൻ നോക്കും. പക്ഷേ ഈ ക്യൂവിൽ, രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനുള്ള ക്യൂവിൽ നമ്മൾ സ്ലിപ്പ് ചെയ്ത് പുറകിൽ അങ്ങ് പോകും. ഈ കാപട്യം അവസാനിക്കണം. നമുക്ക് ദേശഭക്തിയുണ്ടോ എന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുക. അതിൻ്റെ ഉത്തരം കിട്ടുന്നതനുസരിച്ച് ആയിരിക്കും ഭാരതത്തിൻ്റെ ഭാവി. ഓരോ ഭാരതീയനും ആത്മപരിശോധന നടത്തിയാൽ ഭാരതത്തിൻ്റെ ഭാവി എന്താണെന്ന് തെളിഞ്ഞു കാണാം. താങ്ക് യു.